മാഡം, പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മഞ്ഞളും കുങ്കുമവും വെച്ച് ചടങ്ങ് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളുടെ പൂർണിമയ്ക്ക് ജനിച്ച വീടും ഭർത്താവിന്റെ വീടും ഒക്കെ ഇത് തന്നെയാണ് പൂജാരി. ഞാൻ തന്നെ ചടങ്ങ് ചെയ്തേക്കാം. ചെറിയ ഒരു മിനിറ്റ്. തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. എന്റെ ചടങ്ങുകളെല്ലാം അച്ഛൻ ചെയ്യണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. പൂർണിമ, നീ എന്താ തമാശ പറയാണോ? ആണുങ്ങളാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? ശാസ്ത്രം എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ജനിച്ച വീട്ടിൽ നിന്നും കിട്ടേണ്ട സ്നേഹം ഏട്ടന്റെ അച്ഛനെ തന്നത്. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് തന്നെ ഏട്ടന്റെ അച്ഛൻ കാരണം. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നുള്ളത് ഓർമ്മയിൽ പോലും വരാറില്ല. അങ്ങനെ ഒരു വേദന മനസ്സിൽ നിന്ന് മാറ്റിയത് തന്നെ ഈ അച്ഛനാ. ഇത്രയും സ്നേഹമുള്ള ഒരാള് എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെയല്ല പൂർണിമ. പക്ഷെ മോളുടെ ഇഷ്ടം പോലെ തന്നെ അങ്ങ് ചെയ്യാം. ശാസ്ത്രം മനസ്സിന് സന്തോഷം കൊടുക്കാനുള്ളതാണ്. മാഡം, മോളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇതാണെങ്കിൽ അത് തന്നെ ചെയ്യട്ടെ. വരൂ സർ. അതെടുത്തോളൂ. കൊള്ളാം, നല്ല തമാശയായിട്ടുണ്ട്. ഓ, പെരുമ്പയർ ഉപ്പുമാവ്. തുളസി, സൂപ്പർ ആയിട്ടുണ്ട്. ദത്തൻ ചേട്ടാ, കാറിലാണ് യാത്രയെന്ന് പറയുന്നു. പെരുമ്പയറിട്ട് ഉപ്പുമാവ് കഴിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ എനിക്കറിയാം. നിന്നേക്കാൾ കൂടുതൽ ലോകം കണ്ടവനാ ഞാൻ. എങ്ങനെ രവീന്ദ്ര, എങ്ങനെ പോകുന്നു നിങ്ങളെ ബുക്ക് സ്റ്റോർ? അതൊക്കെ നന്നായി പോകുന്നു. ചേട്ടൻ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങണം. ഞാനും കുറച്ചു നാളായിട്ട് ഒന്ന് വരണോന്ന് ആലോചിച്ചോണ്ടിരിക്കുക.
എന്നാലേ ഈ പഞ്ചായത്തിലും ആ പഞ്ചായത്തിലുമായിട്ട് തിരക്കോട് തിരക്ക് തന്നെയാ. അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. സീനിയർ സിറ്റിസൺ ക്ലബില് ഇയർലി മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? 1500 രൂപ. എന്താ കൊടുക്കല്ലേ? സീനിയർ ക്ലബോ? എന്താ അത്? 1500 രൂപ അതെന്തിനു വേണ്ടിയാ? ചേട്ടന് മറവി രോഗമുള്ള കാര്യം എനിക്ക് ഒരുപാട് നാൾ മറച്ചു വെക്കാൻ കഴിയില്ലെന്നാ തോന്നുന്നേ. ഹലോ. ഹായ് സാർ. ഹായ്. ആക്ച്വലി എൻ്റെ ഭാര്യ സാറിൻ്റെ ഏട്ടത്തിൻ്റെ കൂട്ടുകാരിയാണെന്ന് അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ ഇതിനെ തന്നെ വിളിച്ചെന്ന് വെച്ചാ ഫുഡിന്റെ കാര്യങ്ങൾ കാറ്ററിംഗുകാരെ ഏൽപ്പിച്ചിരുന്നത്. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലാത്രേ. സോ തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ വെൽക്കം ഡ്രിങ്ക് ഇവർക്കൊന്ന് സെർവ് ചെയ്യാവോ? സാർ ഞാൻ കൊടുക്കാനോ? കമോൺ ക്യൂക്ക്. ആഹാരം കഴിക്കാൻ സമയമാവുക. ഹറി അപ്പ്. ഒരാളെ പോലും വിട്ടുപോകരുത്. ശ്രീ, എന്താ ടെൻഷനായിരിക്കുന്നേ? ഒന്നുമില്ല പൂർണിമ. നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഹലോ സാർ. ഏയ്, എന്താ ഇത് സിദ്ധാർത്ഥ്? നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? സാരല്ല സാർ. നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ്. അത് മാത്രമല്ല എന്റെ ഭാര്യയുടെ അടുത്ത ഫ്രണ്ടാണ് നിങ്ങളുടെ ഭാര്യ. അതറിഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തില. ഇതൊക്കെ ഇങ്ങ് തന്നെ. ആശ, വന്നേ. ഇനി ജനിച്ച വീട്ടിലെ ആളുകൾ ചെയ്യേണ്ട ചടങ്ങൊക്കെ ആരാ ചെയ്യുന്നത്? അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, പൂർണിമയ്ക്ക് ജനിച്ച വീട് ഇത് തന്നെയാണെന്ന്. അതല്ല മാഡം, ഈ ചടങ്ങുകൾ ദമ്പതിമാരാണ് ചെയ്യേണ്ടത്. ശ്രീയും സിദ്ധാർത്ഥും നിങ്ങൾ തന്നെ ചെയ്യൂ. പൂജാരി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരും, അതനുസരിച്ച് ചെയ്താൽ മതി. മാഡം ഒരു മിനിറ്റ്. മോളെ ആ കൈയൊന്ന് നീട്ടിയേ. രണ്ട് കൈയും. ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് പ്രസവത്തിന് വേണ്ടി ജനിച്ച വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്. മോളുടെ വീട്ടുകാരാണെന്ന് കരുതി പൂർണിമ മോളെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂജകൾ ചെയ്തിട്ട് തിരികെ കൊണ്ടുവരും.
മാഡം ഇത് നമ്മുടെ കഫേയിലെ എല്ലാ സ്റ്റാഫിന്റെയും കൂടെയുള്ള ഒരു സമ്മാനമാണ്. ഇതൊക്കെ എന്തിനാ? താങ്ക് യു. കഴിച്ചിട്ടേ പോകാവുള്ളൂ. കഴിച്ചിട്ടേ പോകൂ മാഡം. പൂർണിമ നല്ല ടയർഡായിരിക്കല്ലേ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏട്ടാ, എല്ലാവരുടെ കൂടെയും ഫോട്ടോ എടുത്തു, പക്ഷെ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുത്തില്ലല്ലോ. അബി, ചെറിയമ്മേ, നിധി ഒന്നിങ്ങ് വന്നേ. പൂർണി, എന്റെ അനിയനില്ലാതെ എങ്ങനെ ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റും? വരൂ, നിങ്ങൾ രണ്ടുപേരും ചെറിയച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കൂ. റെഡി? ഒരു മിനിറ്റ്. പത്മിനിയമ്മേ, രാമച്ചേട്ടാ, ആശ, ഗീത, ഇങ്ങോട്ട് വരൂ. അല്ല, നിങ്ങൾ ഈ വീട്ടിലെ ആൾക്കാരല്ലേ? വരൂ വരൂ. ശരി. ഒരു മിനിറ്റ്. അച്ഛാ, ഇവിടെ നിക്ക്. ആദി സാറേ, ഞാൻ ഇറങ്ങട്ടെ. വരുന്നു. സാറേ, ഈ ദിവസത്തിനു വേണ്ടി എത്ര വർഷമായി ഞാൻ കാത്തിരിക്കുന്നു. സാറിന്റെ മകൻ സാറിനെ പോലെ തന്നെ വസ്ത്രം അണിഞ്ഞിരിക്കുന്നേ, അതും സാറ് തന്നെയാണ് അണിയിച്ചത്. സാറിന്റെ അടുത്ത് നിന്ന് ഫോട്ടോയും എടുത്തു. ഇത്ര കാലമായിട്ടുണ്ടായിരുന്ന അകലം മാറിക്കൊണ്ടിരിക്കുകയാണ് സാറേ. കഴിഞ്ഞോ? ഇനിയെങ്കിലും നമുക്ക് ഇവിടുന്ന് പോവാമോ? ഇവരുടെ വീടാണിതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നു. ഇത് നിന്റെ ബോസിന്റെ വീടാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു സിദ്ധാർത്ഥ്. ഐ എം റിയലി സോറി. പക്ഷെ അദ്ദേഹത്തിന്റെ അനിയൻ എന്തിനാ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കാൻ നിന്നോട് പറഞ്ഞത്? അതിപ്പോ എല്ലാം ഞാൻ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടോ? വേണ്ട. പക്ഷെ ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ സ്മാർട്ടായി നോ എന്ന് പറയാനുള്ളിടത്ത് നോ എന്ന് തന്നെ പറയണം. നീ ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ഗസ്റ്റാ, എംപ്ലോയി അല്ല. ഇത് അവരും മനസ്സിലാക്കണം, നീയും മനസ്സിലാക്കിയിരിക്കണം. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആരുടെ അഡ്വൈസ് കേൾക്കാനും എനിക്കിപ്പോ മൂടില്ല. ഇനി എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എത്ര നേരം നിൽക്കണമെന്ന് നീ പറയുന്നത്?
ഇനി കുറച്ചു നേരം കൂടി നിന്നാ മതി സിദ്ധാർത്ഥ്. നീ കണ്ടതല്ലേ നമ്മൾ വന്നപ്പോ പൂർണിമയ്ക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടായെന്ന്. ഞാനല്ലാതെ അവൾക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല സിദ്ധാർത്ഥ്. ആദ്യം അവളെ കഴിക്കാൻ കൂട്ടിക്കൊണ്ടു പോയിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് പോവാം. അതുപോലെ വീട്ടിലാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നത് കേൾക്കണം, ഇവിടെ ആണെങ്കിൽ നീ പറയുന്നത് കേൾക്കണം. ഇങ്ങനെ കേട്ട് കേട്ട് എന്റെ ജീവിതം അവസാനിക്കുന്ന തോന്നുന്നത്. സിദ്ധാർത്ഥ്, മാഡം രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ. ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ജ്യൂസിന്റെ കൂടെ കുറച്ച് വിഷം കൂടി ഒഴിച്ചുതാ. എന്താ മേഡം ഇങ്ങനെ പറയുന്നേ? എന്നെ നാട്ടുമ്പുറത്തൊന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ജോലി തന്ന് എനിക്ക് ജീവിതമാർഗം ഉണ്ടാക്കി തന്നില്ലേ? മാഡത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. മാഡത്തിന് ഞാൻ വിഷം തരുമോ? ശരി, എന്നാ വഴിന്ന് മാറ്. ഗുഡ് 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 ഗുഡ്. ഏതായാലും കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റി. അമ്മാവാ, അയ്യോ, ഇപ്പൊ എന്തിനാ മോളെ ഈ കാപ്പി ഇട്ടുകൊണ്ട് വന്നത്? ഉരുളക്കിഴങ്ങും സവാളയും ചേർത്ത് നല്ല ഒരു കറി ഉണ്ടാക്ക്. കേശുവും രവീന്ദ്രനും കഴിച്ചോളും. അമ്മാവാ, ഉരുളക്കിഴങ്ങ് അമ്മാവിന് നല്ലതല്ല. നീ എന്താ ഡോക്ടറാണോ അതോ മെഡിസിൻ പഠിച്ചിട്ടുണ്ടോ? മിണ്ടാതെ ഈ കാപ്പിയും കൊണ്ട് പോകുന്നുണ്ടോ? അല്ല, എങ്ങോട്ടായി പോകുന്നേ? ഏതായാലും കാപ്പി കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ചോ. കൊണ്ടുവാ. അയ്യോ, അതെ, ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് കുറേ ജോലിയുണ്ട്. പോയിട്ട് വരാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോവാൻ ചേട്ടാ. അപ്പോഴേക്കും പൊന്നും അപ്പം വീട്ടിലേക്ക് ഇങ്ങെത്തും. എന്തിനാ അവര് വന്നിട്ട് പോകുന്നത്? നമ്മുടെ ഉറക്കം തൂങ്ങരുത്, വണ്ടി റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും കുടുംബക്ഷേത്രത്തിലേക്ക് ഞങ്ങളോടൊപ്പം പോന്നോളൂ. നിങ്ങളുടെയൊക്കെ കൂടെ വരാൻ എനിക്കും സന്തോഷം തന്നെയാ. പക്ഷേ രണ്ട് ദിവസം ഇവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ മറവി രോഗത്തെക്കുറിച്ച് അവർ കണ്ടുപിടിക്കും. പറയുന്നേ, പക്ഷെ എന്താ? ശ്രീയും ഞാനും അവിടെ ഇല്ലാതെ 2 ദിവസം കട അടച്ചിടുന്നത് ശരിയാവില്ല. ഓഹോ, 2 ദിവസം കട ക്ലോസ് ചെയ്തിട്ടാലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ വീട്ടിലെ മുതിർന്നയാളാ. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളോട് പറയുന്നു, നിങ്ങളും ഞങ്ങളോടൊപ്പം കുടുംബക്ഷേത്രത്തിലേക്ക് വരണമെന്ന്. ഇപ്പൊ നിങ്ങൾ വരില്ലെന്ന് പറഞ്ഞാലേ കടയിൽ ഇനി കച്ചവടമേ നടക്കില്ല. അതിനുശേഷം നിങ്ങളുടെ കട പെർമനന്റ് ആയിട്ട് തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. അല്ല, അത് അതുമില്ല ഇതുമില്ല. തുളസി, രവീന്ദ്രനും ഞങ്ങളോടൊപ്പം കുടുംബക്ഷേത്രത്തിലേക്ക് വരുന്നു. എന്താ? ഒരുപാട് നന്ദിയുണ്ട് ശ്രീ. നമ്മൾ തമ്മിൽ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എങ്കിലും ഒരുപാട് ക്ലോസ് ആയി. എനിക്ക് വേണ്ടി ആരും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നീ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷ. അയ്യോ, ഇതിലൊക്കെ എന്തിരിക്കുന്നു പൂർണിമ? ഞാൻ സാധാരണ ഇത്ര പെട്ടെന്നവരോടും ക്ലോസ് ആവാറില്ല. ഇതിപ്പോ എന്താന്നറിയില്ല, നിന്നോട് മാത്രം എന്തോ വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു. നിന്നെ, മാധവ സാറിനെ, ആദി സാറിനെ ഒക്കെ കണ്ട് ഒരുപാട് ഹാപ്പിയായി ഞാൻ. നിങ്ങളൊക്കെ എത്രമാത്രം സിമ്പിൾ ആണ്. എനിക്കാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് വന്ന് തോന്നലേ ഇല്ല.